നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തോരനാണ്. ചുരക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചുരക്കയും പരിപ്പും ചേർത്തിട്ട് നല്ല സ്വാദിഷ്ടമായ തോരനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു ചുരക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുരക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് എന്ന പേരിൽ ഇതറിയപ്പെടും. അപ്പോൾ ഇതിനെ നമുക്ക് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം, ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ചെറിയുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി നല്ല ജീരകം, 1/2 ചെറിയ ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരു കറക്ക് കറക്കണം. നന്നായി അരഞ്ഞു പോകരുത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഈ ചുരക്കേനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം, തോലൊക്കെ കളയണം, ആ ഉള്ളിലുള്ള ഭാഗം കുറച്ച് ചെത്തിക്കളയണം. എന്നിട്ട് ഇതിനെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് നന്നായി വെന്തുടയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞത്, 5 വെളുത്തുള്ളി, 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു പിടി കറിവേപ്പില ഇതെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇതിനൊന്ന് ഇളക്കിയെടുക്കണം. സവാള ചെറുതായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കിതിനെ ഇളക്കിയെടുക്കണം. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഒരു ടീസ്പൂൺ ചതച്ച മുളക്, ചെറിയ ടീസ്പൂണാണ്, ടേബിൾ സ്പൂണാണ്, അതിനിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചതഞ്ഞ മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളകാണ് വേണ്ടതെങ്കിൽ അതെടുത്തോളൂ. ഞാനിവിടെ ചുമന്ന മുളകാണ് യൂസ് ചെയ്തത്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക നമ്മളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ചുരക്ക പെട്ടെന്ന് വേവും, 5 മിനിറ്റ് പോലും വേണ്ട വേവാനായിട്ട്. ഒന്ന് ആവി കയറുമ്പോഴേ വെന്ത് കിട്ടും നമുക്ക്. ഇത് വേവിക്കാതെ തന്നെ പച്ചയ്ക്കും കഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം പരിപ്പിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം. ഞാനൊരു 5 മിനിറ്റ് ആയിട്ടില്ല, അതിന് മുമ്പേ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ നമ്മുടെ ചുരക്കൊക്കെ ഏതാണ്ട് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് നടുക്കിൽ കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്. ആ സ്പേസിലേക്ക് ഈ നാളികേരക്കൂട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ചുരക്കേനെ അതിലേക്കൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നടുക്കിലും നാളികേരും അതിൻ്റെ മേലെ ചുരക്കയും വെച്ച് ഞാനിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിനൊന്ന് 2-3 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം, മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. എന്നിട്ട് ഈ തേങ്ങയും ഈ ചുരക്കയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ച് പരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനതിൽ വെളുത്തുള്ളി ചേർത്തിരുന്നല്ലോ. വെളുത്തുള്ളി ചേർത്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പരിപ്പ് ഗ്യാസ്ട്രൈറ്റിക് പ്രോബ്ലംസ് ഒക്കെ വരുത്തും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. നമുക്കിനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചുരക്കയിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ വേവിക്കും തോറും അതിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൂടിയിടണ്ട, തുറന്നു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതിനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അത് 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും 2-3 മിനിറ്റ് വേണ്ട, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇതിനെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ചുരക്ക പരിപ്പ് തോരൻ തയ്യാറായിട്ടുണ്ട്. ഇവിടെ നല്ല ടേസ്റ്റാണ്. ഈ അരപ്പുണ്ടല്ലോ, അരപ്പിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഈ ചുരക്കയും പരിപ്പും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.